എൻ്റെ ഔറത്തൊക്കെ മറച്ചു വെക്കണേ. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്ക്, എത്ര എത്ര ഇടങ്ങളിലാണ് നിങ്ങൾ ഔറത്തുകൾ മറച്ചു വെക്കുക അല്ലാഹ് പറയുന്നതിൽ എന്തൊക്കെ ആത്മാർത്ഥതയാണ് നമുക്കുണ്ടാവുക. ഔറത്ത് പ്രദർശിപ്പിക്കാനല്ലേ മത്സരിക്കുന്നത്. ഏറ്റവും കൃത്യമായി എങ്ങനെ തൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം മാലോകർക്ക് മുമ്പിൽ വെളിപ്പെടുത്താമെന്ന മത്സരങ്ങളല്ലേ നടക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെ വ്ളോഗർമാരായിക്കൊണ്ടും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രവൃത്തികളും പാചക കലകളും വീട്ടിലെ വിശേഷങ്ങളുമൊക്കെ ഇതാ മാലോകർക്ക് കാണിക്കാനുള്ള വ്ളോഗർമാരെന്ന പേരിൽ ഇറങ്ങുന്ന ഈ താത്തമാര്, അതേപോലെയുള്ള ആളുകള്, അവർ ഈ സമൂഹത്തിന് നൽകുന്ന മെസ്സേജുകൾ എന്താണ്? നമ്മുടെ പെൺകുട്ടികൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അവരുടെ വേഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൺകുട്ടികളുടെ പാൻ്റ് താഴേക്ക് ഇറങ്ങുമ്പോ പെൺമക്കളുടെ പാൻറ്റുകൾ ഇങ്ങനെ മുകളിലേക്ക് അങ്ങനെ കയറിപ്പോകുന്നു. ഒരു ടീഷർട്ട് അവർ ധരിക്കുകയാണ്, അവർ പേര് പറയും മുസ്ലിമാണ്, അതുകൊണ്ട് പ്രത്യേകമായ മോഡൽ ഒരു മഫ്ത ധരിക്കുകയാണ്. ആ മഫ്ത അവരുടെ മാറിലേക്ക് താഴ്ത്തിയിടുന്നില്ല, രണ്ട് സൈഡിലേക്ക് അവരത് മാറ്റിവെച്ചിരിക്കുന്നു. കലാലയങ്ങളിൽ എത്തുമ്പോഴേക്ക് അധ്യാപകരുടെ ക്ലാസ്സിലേക്ക് അവർ കയറുന്നതിൻ്റെ മുമ്പ് അവരുടെ സ്കൂൾ ബാഗുകളിൽ അവർ കരുതി വെച്ചിട്ടുള്ള മേക്കപ്പ് സെറ്റുകൾ ഒരു 3-4 തവണ അവർ തുറന്നിട്ട് കൊച്ചു കണ്ണാടിയിൽ നോക്കി അവർ ചുണ്ട് ചുവപ്പിക്കുന്നു, അവർ റൂഷ് പുരട്ടുന്നു, മസക്കാര ഉപയോഗിക്കുന്നു. ഏതേത് വിധത്തിലുള്ള കാര്യങ്ങളാണോ അതൊക്കെയും അവർ ചെയ്യുകയാണ്. ഇതൊക്കെ ഭർത്താവിൻ്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങണം എന്ന് പഠിപ്പിച്ച ഇസ്ലാമിനോട് അവർക്ക് പുച്ഛം തോന്നുന്നു. ആ കുട്ടികൾ, അങ്ങനെയുള്ള മക്കൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ സ്ട്രീറ്റിലൂടെ ചില വ്ളോഗർമാർ വരുന്നു, ഒരു മൈക്കും ഒരു ക്യാമറയും തോളിൽ തൂക്കിയിട്ട് നാണമില്ലാത്ത ചില തെമ്മാടികളായ ആളുകൾ നമ്മുടെ മക്കളെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, സെക്സ് ചോദിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടോ? നിങ്ങളോടൊരാൾ സെക്സ് തരുമോ എന്ന് ചോദിച്ച അഭിപ്രായം എന്താണ്? തട്ടമിട്ട് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ പോലും പറയുകയാണ്, അതിലിപ്പോൾ വലിയ തകരാറൊന്നും തോന്നുന്നില്ല, എനിക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷേ എല്ലാവരും അങ്ങനെ താല്പര്യം പറയാൻ പാടില്ലെന്ന് പറയാനും ഞാൻ ആളല്ല. അപ്പൊ ഫ്രീ സെക്സിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ആളുകൾ, വിവാഹം കഴിഞ്ഞാലും മറ്റൊരാളുടെ കടപ്പറയിലേക്ക് പോകുന്ന ഭർത്തൃമതിയായ പെണ്ണിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് കാലം അറിയില്ലേ എന്ന ഒരൊറ്റ പേരും പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങൾക്കുള്ള മറുപടികൾ ഒപ്പിച്ചുകൊണ്ട് സ്ട്രീറ്റിലിറങ്ങുന്ന തെമ്മാടിക്കൂട്ടങ്ങളായ അത്തരത്തിലുള്ള ആളുകളോട് ഒരു ലജ്ജയും കൂടാതെ മറുപടി പറയുമ്പോ, ഉമ്മ നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോ, ഈ മോള് ഖബറിലെത്തുമ്പോ മുത്ത് മുസ്തഫയെ കുറിച്ചുള്ള ചോദ്യത്തിന്, അള്ളാഹിനെ കുറിച്ചുള്ള ചോദ്യത്തിന്, ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അണപ്പൈ തീർത്തുകൊണ്ട് കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധ്യമാകുമോ? ഓരോരുത്തരും അവരവരോടൊന്ന് ചോദിക്ക്. ഏത് സമയത്തും എനിക്കെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ രൂപത്തിൽ ഇങ്ങനെ ഒരു അലാസ്റ്റിക് പരുവത്തിൽ നീട്ടാനും കുറക്കാനും ഉള്ളതല്ല ദീനുൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കണം. ഏതൊരു കാര്യത്തിൻ്റെയും ശരിതെറ്റുകൾക്ക് മാനദണ്ഡമാക്കേണ്ടത് നാട്ടുനടപ്പ് നോക്കിയിട്ടല്ല, കുടുംബത്തിലെ അംഗങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുമല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ ഉദാഹരണമായി ഒരു വിവാഹം തീരുമാനിക്കുമ്പോൾ ആ തീരുമാനിക്കുന്നതിൻ്റെ പ്രത്യേകമായ ആലോചനകൾ തുടങ്ങുമ്പോൾ തന്നെ ഒന്നാമതായി ആലോചിക്കേണ്ടത് ദീനുള്ളവരെ ആയിരിക്കണം എനിക്ക് ചെക്കനായും പെണ്ണായും കിട്ടേണ്ടത്. അവിടം മുതൽക്ക് തന്നെ നമ്മുടെ തീരുമാനങ്ങളിൽ കൃത്യത വേണം, വ്യക്തത വേണം. അങ്ങനെ കല്യാണത്തിന് തീരുമാനമായി പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന പോക്കിലും വേണം ചില തീരുമാനങ്ങൾ. ഇസ്ലാമാണ് മാനദണ്ഡം, നാട്ടു നടപ്പല്ല. അങ്ങനെ കാണാൻ പോക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുടെ മുമ്പിലേക്ക് പെണ്ണൊരുങ്ങി വരൽ ഇസ്ലാമിലുള്ളതല്ല. ആരാണോ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് മാത്രമേ നിങ്ങൾ പെണ്ണിനെ കാണിച്ചു കൊടുക്കാവൂ ആണുങ്ങളുടെ കൂട്ടത്തിൽ.
അതേ അവസരത്തിൽ നിങ്ങൾ പെണ്ണുങ്ങളായിട്ട് പോകുന്നവരാരൊക്കെയുണ്ടോ കുടുംബങ്ങൾ കണ്ടോളൂ, അവളുടെ നടപ്പ് ശ്രദ്ധിച്ചോളൂ. അവൾക്ക് വല്ല മുടന്തുമുണ്ടോ, വല്ല ശാരീരികമായ അസ്വസ്ഥതകളുമുണ്ടോ, അത് കാണേണ്ടത് നിങ്ങൾ പെണ്ണുങ്ങളാണ്. അതിനൊന്നും ഇസ്ലാം എതിര് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ ഒരുപാട് ആളുകളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണിനെ അങ്ങ് പ്രദർശിപ്പിക്കുന്നത് ഏത് ഇസ്ലാമിൻ്റെ നിയമമാണ്? ഇതൊക്കെ പറയുമ്പോൾ പുച്ഛം തോന്നുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷേ ഖബറിൽ കിടക്കുമ്പോ മുത്ത മുസ്തഫയെ കുറിച്ച് ചോദിക്കുമ്പോ ആ നബി ഞങ്ങൾക്ക് കൊണ്ടുവന്ന ബയ്യിനാത്തും ഹുദകളുമൊക്കെ കേട്ടവരാണ്, ഞങ്ങൾ അംഗീകരിച്ചവരാണ്, പിന്തുടർന്നവരാണെന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിലും കോടതിയിലുമൊക്കെ പറയാനാകണേ എന്ന ആത്മാർത്ഥത കൊണ്ടാണ് പറയുന്നത്. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, തള്ളുന്നവർക്ക് തള്ളാം. ഇനിയുണ്ടൊരു കാണാനുള്ളൊരു പോക്ക് മാത്രമല്ല, ഉറപ്പിച്ചാൽ പിന്നെ പണ്ടൊക്കെ ഒരു കേവലം ഒരു മിഠായി കൊടുക്കൽ എന്ന പേരും പോയിട്ട് മിഠായിയുടെ ലോറികളാ പോകുന്നത്. മിഠായി ഒന്നാകെ വലിയ പിരമിഡ് രൂപത്തിലാക്കിയിട്ട് ക്രെയിന് കൊണ്ടാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. ക്രെയിനിൽ മിഠായി കൊണ്ടുപോയിട്ട് ഇറക്കുക. ആ രൂപത്തിലുള്ള തെമ്മാടിത്തങ്ങൾ, ആർഭാടങ്ങൾ, എന്നിട്ടതൊരു ഏൽപ്പിക്കൽ. അവിടെ കുറേ ഫോട്ടോഷൂട്ടുകൾ, അവിടെ കുറേ നഗ്നതാ പ്രദർശനങ്ങൾ. അവിടുന്ന് അങ്ങോട്ട് കല്യാണം തീരുമാനിച്ചു കഴിയുമ്പോൾ പിന്നെ ഹൽദി മഞ്ഞക്കല്യാണം, മഞ്ഞൾ വാരി തേക്കലൊന്നും മഞ്ഞ ഡ്രസ് ഉടുക്കലും എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ മെഹന്തി മൈലാഞ്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതാ ചിലയിടങ്ങളിലൊക്കെ പിന്നീട് പുതുപെണ്ണിനെ കൊണ്ടതാ ഉരൽ കല്യാണവും ഒലക്ക കല്യാണവും ഒക്കെ വരുന്നുവത്രേ. പെണ്ണിനെ ചമയിച്ചൊരുക്കിയിട്ട് ആ പെണ്ണിൻ്റെ കയ്യിലേക്ക് ഒലക്ക കൊടുക്കുകയാണ്. ഉരളിൽ ഇത്തിരി നെല്ലോ ധാന്യമോ ഒക്കെ ഇട്ടിട്ട് അവളെ കൊണ്ട് ഇടിപ്പിക്കുന്നു, മുറം കൊണ്ട് അരി ചേറുന്നു. അതുപോലെ തന്നെ ഒരുപാട് കോമാളികൾ നടത്തുന്നു. JCBയിലാണ് പുതിയാപ്പളയെ കൊണ്ടുപോകുന്നത്. അതങ്ങനെ തന്നെയാണ് ചിലർക്കൊക്കെ തോന്നിയത്. ചപ്പുചവറ് കൊണ്ടുപോകാൻ JCB തന്നെയാണ് നല്ലതെന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് തോന്നുകയാണ്. ഞാനൊരു ചപ്പാണ്, ഞാനൊരു ചവറാണ്, ഞാനൊരു മാലിന്യ കൂമ്പാരമാണ്, എനിക്ക് പോകാൻ അത് തന്നെയാണ് നല്ലതെന്ന് ആർക്കൊക്കെയോ തോന്നിയപ്പോൾ, ഓ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യുവതി യുവാക്കളെ, നിങ്ങളതിനൊരിക്കലും നിന്നു കൊടുക്കരുത്. വിവാഹമെന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ ഒരു നിമിഷമാണ്. റഹ്മാനായ റബ്ബ് മീസാഖുൻ ഖലീൽ എന്ന് പറയുന്ന ബലിഷ്ഠമായ കരാറാണത്. ഇനി അതേപോലെ തന്നെ പെണ്ണിനെ ചമയിച്ചൊരുക്കുകയാണ്. ആ പെണ്ണെന്ന് എങ്ങനെയാണ് നിസ്കരിക്കുക? 25,000-ൻ്റെയും 50,000-ൻ്റെയും ലക്ഷങ്ങളുടെയും ഒക്കെ പുട്ടിയിട്ട് പെയിൻ്റടിച്ച് വലിയ രൂപത്തിലുള്ള ഒരു പ്രദർശന വസ്തുവായിട്ട് മുഖത്തൊക്കെ വാരിത്തേച്ച് നിൽക്കുന്ന പെൺകുട്ടി എങ്ങനെ ളുഹ്ർ നിസ്കരിക്കാനാ? അവളെങ്ങനെ അസർ നിസ്കരിക്കാനാ? വിയർത്തൊലിച്ച് നിൽക്കുകയാണ്. ക്യാമറയുടെ ഇതിനേക്കാൾ ശക്തമായ ലൈറ്റുകളാണ് അവളുടെ മുഖത്തേക്ക് തിളക്കം കൂട്ടുവാൻ വേണ്ടി നിൽക്കുന്നത്. ജ്വല്ലറികളിൽ നിന്ന് ലോൺ എടുത്തിരിക്കുകയാണ്. പലപ്പോഴും വലിയ കടബാധ്യതകളാണ് വരുത്തി വെക്കുന്നത്. ഒരുപാട് രൂപത്തിലുള്ള പണങ്ങളാണ് വിലപേശാൻ ഉപയോഗപ്പെടുത്തുന്നത്. അതിനുവേണ്ടി മനുഷ്യൻ പലിശക്ക് പണമെടുക്കാനും വിരോധമില്ല. സ്വർണ്ണക്കുറികളിൽ ബാങ്കുകളിൽ പോയി ചേരുകയാണ്. പെൺകുട്ടിയുടെ കല്യാണം തീരുമാനിക്കുന്നതിൻ്റെ 1 കൊല്ലം മുമ്പ് തന്നെ ബാങ്കിൽ പോയിട്ട് അതാ നിശ്ചിതമായ ലക്ഷങ്ങൾ കൊടുക്കുകയാണ്. എന്തിന്? ഇന്നത്തെ റേറ്റിന് എൻ്റെ മോളെ കല്യാണമാകുമ്പോൾ അന്നത്തെ റേറ്റിന് അല്ല, ഇന്ന് കിട്ടുന്ന റേറ്റിന് നിങ്ങളന്ന് പൊന്നു തരണം എന്ന കരാറോടുകൂടി അത്തരം സ്വർണ്ണക്കുറികളിൽ ചേരുന്ന പലിശ കമ്പനിക്കാരെ, ഉമ്മമാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹറാമായ ഇടപാടാണ് നിങ്ങളാ നടത്തുന്നത്. അള്ളാഹ് പൊറുക്കാത്ത മാരകമായ പാതകമാണ് ആ ചെയ്യുന്നത്. സ്വർണം ബിസിനസ്സിൽ ഏർപ്പെടുമ്പോ സ്വർണം യദൻ ബിയദിൻ, ബൈ ഹാൻഡ്, റൊക്കമായിട്ടല്ലാതെ സ്വർണത്തിന്റെ കച്ചവടമില്ല, അതിൽ കടം പറയലില്ല. ക്യാഷ് കൊടുത്ത് റെഡി ക്യാഷ് കൊടുത്ത് പൊന്നു വാങ്ങലല്ലാത്ത ആ രൂപത്തിലുള്ള ഒരു ഇടപാട് സ്വർണ്ണക്കുറികളിലോ ആ പേരുകളിലോ ഉള്ളതിലൊന്നും ആരും കുടുങ്ങിപ്പോകണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഒട്ടേറെ ഹറാമുകളിലൂടെ ഒരുപാട് സ്വർണ്ണമത കഴുത്തിലും കാതിലുമൊക്കെയായി തിളങ്ങി നിന്ന് ലൈറ്റുകൾക്ക് മുമ്പിൽ ഈ പെൺകുട്ടി നിന്നു കൊടുത്ത്, പെണ്ണ് മാത്രമല്ല ഇപ്പൊ പെണ്ണിന്റെ ഉമ്മാനെയും കണ്ടാ തിരിയാതെയായി. ഇതുവരെ കണ്ടിരുന്ന കുടുംബക്കാർക്ക് പെണ്ണിന്റെ ഉമ്മാനെ മനസ്സിലാകാതെ
ഉമ്മ എവിടെ തിരക്കുകയാണ്. കാരണം ഉമ്മയും ബ്യൂട്ടി പാർലറിൽ പോയിട്ടാ വരുന്നത്. ഉമ്മയെയും മോളെ ചമയിച്ചപ്പോൾ ചമയിച്ചൊരുക്കിയിരിക്കുകയാണ്. ആണുങ്ങളുടെ മുമ്പിലേക്കാണ് ഈ ഇറങ്ങി വരുന്നത്. അതിങ്ങനെ വലിയ ലൈറ്റിട്ട് പല്ലക്കിലായി ആനന്ദിച്ച് ആർമാദിച്ചുകൊണ്ട് അങ്ങനെ സ്റ്റേജിലേക്ക് കയറുകയാണ്. അവിടെ ആണും പെണ്ണും തമ്മിൽ കൂട്ടിപ്പിടിക്കുകയാണ്, ചുംബനമർപ്പിക്കുകയാണ്, പാല് കുടിപ്പിക്കുകയാണ്, പഴം തീറ്റിക്കുകയാണ്. അതൊക്കെ ക്യാമറക്കാർ അത്യാനന്ദത്തോടെ പോസ്റ്റ് ചെയ്ത് അതൊക്കെ അവരുടെ ക്യാമറയിൽ അവരെ പകർത്തുകയാണ്. അത് ലക്ഷങ്ങളാണ് പിന്നീട് പ്രവാസ ലോകത്തും ഗൾഫ് നാടുകളിലുമൊക്കെ കണ്ട് ആസ്വദിക്കുന്നത്, ആനന്ദിക്കുന്നത്. ഏത് ഇസ്ലാമിൻ്റെ പേരിലാ പ്രിയമുള്ളവരെ? ഇതൊക്കെ പറയേണ്ടവർ പറയുന്നു എന്നതല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റഹ്മാനായ റബ്ബിന്റെ കോടതിയെ ഭയപ്പെടാത്തവരല്ലല്ലോ എല്ലാവരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്. ഓ നബിയെ, ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്യണേ. എല്ലാവർക്കും ഉപകാരപ്പെടില്ല. മൻ യഖാഫു വഈദ്, താക്കീദിനെ പേടിക്കുന്നവരോടാണ് ഈ സംസാരം. ഫദക്കിർ നബിയെ, ഉത്ബോധനം നടത്തൂ. എല്ലാവർക്കും ഉത്ബോധനം കൊണ്ട് കാര്യമുണ്ടാവില്ല എന്ന് റഹ്മാനായ റബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ അടുത്ത വാചകം, ഫഇന്ന ദിക്റാ, തീർച്ചയായും ഉത്ബോധനങ്ങളും ഉപദേശങ്ങളുമൊക്കെ എല്ലാവർക്കും ഉപകരിക്കൂല. തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് ഉപകരിക്കും. അതുകൊണ്ടായി പറയുന്നത്. ഇനി ഏതെല്ലാം തോന്നിവാസങ്ങളാ അതിൻ്റെ പേരിലൊക്കെയും നടക്കാൻ ബാക്കി? എല്ലാ തോന്നിവാസങ്ങളും നടക്കുകയാണ്. എന്നിട്ട് ഉമ്മയും ബാപ്പിയൊക്കെ പറയണ്, ഇപ്പോഴത്തെ കുട്ടികളൊരു കാര്യേ, കുട്ടികൾ അല്ലേ, അവരുടെ കാലല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നിങ്ങൾ ഖബറിലേക്കാണ് വെക്കുമ്പോൾ ഇത് പറയോ? മുൻകർ നക്കീർ വന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലായിരുന്നു മക്കളായിരുന്നു എന്ന് പറയോ? പരലോകത്തെ മക്കളെ കാണുമ്പോൾ ഓടൂലേ? പാപ്പയെ കാണുമ്പോൾ മക്കളോടൂലേ? ഭാര്യയെ കാണുമ്പോൾ ഭർത്താവോടൂലേ? ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ഓടൂലേ? ആരെയാണ് അവിടെ വേണ്ടത്? ആർക്കെങ്കിലും അവിടെ ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ആ ദിനം ഭയപ്പെടുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാ പറയുന്നത്, വിവാഹ മേഖലയിലാണെങ്കിലും കലാലയങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ ഒരു ഡാൻസിനെ കുറിച്ച്? നമ്മുടെ സർക്കാരിൻ്റെ ഒരു പൊട്ടപ്പോയത്തരമാണ് ഇപ്പോൾ ഈ കടന്നു കേൾക്കുന്നത്. എന്തൊരു വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് ഇപ്പോൾ ഈ തലപ്പത്തിരിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ലഹരിക്കെതിരെയാണത്രേ സൂംബ ഡാൻസ് തുടങ്ങുന്നത്. ലഹരി മനുഷ്യൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണത്രേ? സ്ട്രെസ്സാണത്രേ, വിഷാദമാണത്രേ, മനസ്സിൻ്റെ സംഘർഷം കൊണ്ടാണത്രേ. അപ്പൊ അതുകൊണ്ട് മനസ്സംഘർഷം കുറക്കാൻ സൂംബ ഡാൻസ് എന്തൊരു വലിയ രൂപത്തിലുള്ള വിരോധാഭാസമാണ്. ഈ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി അത് ടീച്ചർമാരും മാഷുമാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരുമിച്ച് അവരങ്ങനെ തുള്ളണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അത് പറ്റൂല. അതുകൊണ്ട് സൂംബ ഡാൻസിന് ഒപ്പിച്ച ഒരു യൂണിഫോം ഉണ്ടാക്കും. അതിങ്ങനെ ആടിക്കളിക്കുന്ന തൂങ്ങിക്കളിക്കുന്ന ലൂസുള്ള ഡ്രസ്സൊന്നും ആ ഡാൻസിന് പറ്റൂല. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഫിറ്റുള്ള ഡ്രസ്സ് വേണ്ടി വരും. എന്നിട്ടാണും പെണ്ണും തന്നെ ഒരുമിച്ച് തന്നെ അവിടെ കളിക്കും. അതുപോലെ തന്നെ അത് മണിക്കൂറുകളോളമുള്ള തുള്ളലുകളാണ്, ആട്ടങ്ങളാണ്. അതിനൊക്കെ ഒരു ഗാംഭീര്യം കിട്ടാൻ പിന്നെ എന്ത് ചെയ്യും? ലഹരി ഉപയോഗിക്കും. അവിടെ MDMA കടന്നു വരും, അവിടെ കഞ്ചാവ് കടന്നു വരും, അവിടെ മയക്കുമരുന്ന് കടന്നു വരും. എന്തിനാ സൂംബ നടപ്പാക്കിയത്? ലഹരിക്കെതിരെ. ആ സൂംബയിലൂടെ തന്നെ ഇവിടെ വരാൻ പോകുന്നത് ലഹരിയുടെ വ്യാപനമാണ്, മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. പ്രിയപ്പെട്ട മുസ്ലിം അധ്യാപകന്മാരെ, മുസ്ലിം രക്ഷിതാക്കളെ, മുസ്ലിം ഉപ്പമാരെ, ഉമ്മമാരെ, വിദ്യാർത്ഥികളെ, നിങ്ങളതിന് ചേരണ്ട. അത് റഹ്മാനായ റബ്ബിന് പൊരുത്തമില്ലാത്ത സംഗതിയാണ്. അതിൻ്റെ നിയമം നമുക്ക് യോജിക്കുന്ന വിധത്തിലല്ലാത്ത ഒരവസ്ഥയിലാണ് വരാൻ പോകുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് കാതുകൊടുക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. നമ്മൾ ആലോചിക്കണം, എവിടെയാണ് ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായി വരുന്നത്? അത് രാജ്യവിരുദ്ധമായ കാര്യമായിട്ടല്ല, രാജ്യത്തിന് എതിര് ചെയ്യലല്ല. ഈ രാജ്യത്തുള്ള ജീവിതം കഴിഞ്ഞാലും
പോയി കിടക്കേണ്ടുന്ന ഖബറിൽ സുഖം കിട്ടാനുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു രാജ്യത്ത് ഏത് മന്ത്രിക്കും ഏത് വിദ്യാഭ്യാസ വകുപ്പിനും ഏത് നിയമങ്ങളും നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് അംഗീകരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവർ അത് അംഗീകരിച്ചോട്ടെ, അവരത് നടപ്പിൽ വരുത്തിക്കോട്ടെ. അതിനെതിരെ അക്രമങ്ങളുടെ മാർഗം സ്വീകരിക്കാനൊന്നും ഇവിടെ ആർക്കും അവകാശമില്ല. രാജ്യത്ത് ആർക്കും എന്തിനും അവകാശമുണ്ട്. പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യന് അവൻ ചൊല്ലുന്ന ഷഹാദത്ത് കലിമയുടെ ആശയാദർശങ്ങളോട് പൊരുത്തപ്പെടാത്തതിനോട് വിട പറയാൻ അവൻ തെല്ലും മടി കാണിക്കേണ്ടതില്ല. അതിന് പൗരസ്വാതന്ത്ര്യമുള്ള പൗരാവകാശമുള്ള ഒരു ഭരണഘടനയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മൾ ആലോചിക്കണം, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലുണ്ടോ, എവിടെയെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അവിടെയൊക്കെ നമ്മളായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് മറ്റുള്ളവരും മതത്തിൻ്റെ ആളുകൾ അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്, അത് അവർ തന്നെ ചെയ്യണമല്ലോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മളും ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് മതത്തിൻ്റെ ആളുകൾ ഇവിടെ പരസ്പരം അയൽ വീട്ടുകാരായി താമസിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യം തന്നെ അങ്ങനെയാണ്, പ്രത്യേകിച്ച് കേരളം. അവിടെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ മതത്തിൻ്റെതായ വേലിക്കെട്ടുകളെ അക്രമത്തിൻ്റെ പാതയൊരിക്കലും ഉപയോഗപ്പെടുത്താതെ കൃത്യമായി തന്നെ ഇസ്ലാം എന്താണ് പറയുന്നതെന്ന് കൃത്യമായി അത് പറയാനും വിശ്വസിക്കാനും നമുക്ക് അധികാരവും അവകാശവും ഉള്ളതുപോലെ അപ്പുറത്തുള്ള ആളുകൾക്ക് അവരുടേതായ ആശയാദർശങ്ങൾ പറയാനും അവർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അതൊക്കെ ഈ ലോകം അങ്ങനെയാണ്. പക്ഷേ നമുക്ക് മരണം മുതൽക്കുള്ള ലോകത്തെയാണ് ഭയം. ഖബറാണ് നമ്മൾ ഭയപ്പെടുന്നത്, മഹ്ശറാണ് നമ്മൾ ഭയപ്പെടുന്നത്. അവിടെ രക്ഷപ്പെടാൻ ഉതകുന്നത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനാണ്, മുസ്തഫായുടെ വചനങ്ങളാണ്. അത് ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാലല്ലാതെ പരലോക കോടതിയിൽ വെച്ചകാല് മുന്നോട്ട് വെക്കാൻ റബ്ബ് അനുവദിക്കൂലല്ലോ. നിന്റെ പണം നീ എവിടെ നിന്നുണ്ടാക്കി, എങ്ങോട്ട് ചെലവഴിച്ചു, നിന്റെ ആരോഗ്യം നീ ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു, നിന്റെ യൗവന കാലഘട്ടം നീ ഏത് മാർഗത്തിലേക്ക് വിനിയോഗിച്ചു, നിന്റെ ഇൽമ നീ ഏത് മാർഗത്തിലേക്ക്, പ്രവർത്തന മാർഗത്തിലേക്ക് നീ നീക്കിവെച്ചോ, അറിഞ്ഞതനുസരിച്ച് നീ എന്തൊക്കെ പ്രവർത്തിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ വെച്ച കാല് മുന്നോട്ട് വയ്ക്കാൻ മഹ്ശറ കോടതിയിൽ അനുവാദമില്ലെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പരലോക കോടതിയിൽ അതിൻ്റെ പേരിലായിരിക്കും വിലാപം. യൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, അക്രമി തൻ്റെ കൈകൾ കടിക്കുന്ന ദിവസമാണ് പരലോകം. യാ വൈലതാ ലൈതനി ലം അത്തഖിദ ഫുലാനൻ ഖലീലാ, ഞാൻ അള്ളാന്റെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഇന്നാലിന്ന കൂട്ടുകാരനെ ഞാൻ ഫ്രണ്ടായി സ്വീകരിക്കാതിരുന്നിരുന്നുവെങ്കിൽ, ഞാൻ അവനോട് ബന്ധം സ്ഥാപിക്കാതിരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സന്മാർഗം എന്താണെന്ന് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ പഠിച്ചിട്ടും പഠിപ്പിക്കപ്പെട്ടിട്ടും അവനാണല്ലോ എന്നെ പിഴപ്പിച്ചത്, ഇവളാണല്ലോ എന്നെ തമ്മാടിത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ട് റബ്ബേ നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പരലോക കോടതിയിൽ വിലപിക്കുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? യൗമ തുഖല്ലബു വജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വഅത്അന الرسൂലാ വഖാലൂ റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന السبീലാ. വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. മുഖങ്ങൾ നരകത്തിയിലേക്ക് വലിച്ചിടപ്പെടുന്ന ദിവസത്തിൽ അതാ ജനങ്ങൾ പറയാണ്, ഞങ്ങൾ അള്ളാനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, റസൂലുള്ളാനെ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിയിൽ വീഴില്ലായിരുന്നല്ലോ. ഞങ്ങൾ നാട്ടിലെ കാരണവന്മാരെയാണ് ഞങ്ങൾ അനുസരിച്ചു പോയത്. ഇന്നാ തഅനാ സാദതനാ വകുബറാഅനാ, നാട്ടമോപ്പന്മാരെയും കാരണവന്മാരെയും കുടുംബക്കാരെയും ഒന്നും പണക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കൊക്കെ ഒപ്പിച്ച് ദീനിൽ കൈക്രിയ നടത്തിയവരാണ് ഞങ്ങൾ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലായത്. അതുകൊണ്ട് ഇവന്മാരെ വിടല്ല റബ്ബേ,
റബ്ബനാ ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് ഇരട്ടി ഇരട്ടി അവർക്ക് കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറാ, വലിയതായ തോതിൽ നീ അവർക്ക് ശാപം കൊടുക്കണേ എന്നിങ്ങനെ വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഓ സഹോദരന്മാരെ, എന്തിനാ റഹ്മാനായ റബ്ബ് നമുക്കിതൊക്കെ ഇവിടുന്ന് പഠിപ്പിച്ചു തരുന്നത്? പരലോക കോടതിയിൽ നടക്കാൻ പോകുന്ന ആ യാഥാർത്ഥ്യങ്ങളെ ഇവിടെ നിന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചത് നമ്മളോട് ചെയ്ത കാരുണ്യമല്ലയോ? അവിടെ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരുന്നത് ആ ഒരവസ്ഥക്ക് നമ്മൾ ആ അവകാശികളായി പോകാതെ ഇവിടെ നിന്ന് രക്ഷയുടെ വഴികൾ നോക്കാനാണ്. അതിനാണ് ഈ സ്ഥാപനം. ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇത് നിങ്ങളാണ് വളർത്തേണ്ടത്. നിങ്ങൾക്ക് ഖബറിലേക്കുള്ള സമ്പാദ്യമാണ്. ഇവിടെ നേരത്തെ ഞാൻ കേട്ടുകഴിഞ്ഞു, 1 മാസത്തോളം 6 ലക്ഷത്തോളം ചെലവ് വരുന്നുണ്ടെന്ന്. ഇവിടെ കൂടി ആയിരക്കണക്കിന് വരുന്ന സഹോദരീ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഈ സ്ഥാപനം നിങ്ങളും നിങ്ങളുടെ അടുത്ത തലമുറയുമൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ വസിയ്യത്ത് പത്രങ്ങൾ എഴുതി വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഇവിടെയുള്ള സ്ഥാപനങ്ങൾ ഇനി ഇവിടെ ഇതാ ഞെങ്ങി ഞെരുങ്ങിയാണ് 4-5 സ്ഥാപനങ്ങൾ നിൽക്കുന്നത്. പലതും പുറത്ത് സ്ഥലം വാങ്ങിയിട്ട് വേറെ ബിൽഡിങ്ങുകളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതിനൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നൊരു പ്രദേശത്ത് കഴിവുള്ളവരാണ് നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം അതൊക്കെയേ ഖബറിലുണ്ടാകൂ, അതൊക്കെയാണ് പരലോകത്തുണ്ടാവുക, അതൊക്കെയാണ് നമ്മുടെ മഹ്ശറിൽ നമുക്ക് തണലായി മാറുക. ആ ബോധത്തോടെ, ആ കൃത്യമായ ചിന്തയോടെ ഈ സ്ഥാപനങ്ങളിലൊക്കെ ജമാഅത്തിന് കൃത്യമായി എത്തുവാൻ നമ്മൾ വേണം, നമ്മുടെ മക്കൾ വേണം. 1-ാമത്തെ സഫിലെത്തുവാനും നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോവാതെ ദുആ ദിക്റുകളിൽ ഇരുന്നു കൊണ്ടും ഖുർആൻ പാരായണം നമ്മുടെ വീടുകളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടും ദിക്റുകളും ദുആകൾക്കും സമയം കണ്ടെത്തിക്കൊണ്ടും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ധാരാളമായി കേട്ടും പഠിച്ചും കൊണ്ടും തന്നെയാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്. അതല്ലാതെ തൻ്റെ കൂടെ കിടക്കുന്ന ഭർത്താവിനെ പോലും വഞ്ചിച്ച്, ഭാര്യയെ പോലും വഞ്ചിച്ച് അവിഹിതത്തിൻ്റെ മാർഗങ്ങളിലേക്കും ചാറ്റിങ്ങുകളിലേക്കും നമ്മുടെ സമൂഹം പോകുന്നുവെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നഷ്ടപ്പെടുത്തേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ നല്ല നല്ല കാര്യങ്ങളായിരുന്നില്ല, മറിച്ച് വേണ്ടാത്തരങ്ങളോടായിരുന്നു വിട പറയേണ്ടിയിരുന്നത്. അതിന് കഴിയാതെ, അതിനുള്ള ഈമാനികമായ ഒരു ദാർഢ്യത കൈവരിക്കാതെ നമ്മൾ തെമ്മാടിത്തങ്ങളിലേക്ക് പോയപ്പോൾ സർവ്വ കുടുംബങ്ങളിലും പ്രശ്നങ്ങളായി, പ്രയാസങ്ങളായി. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബിൻ്റെ നാമങ്ങളും നിത്യജീവിതത്തിലെ ദുആ ദിക്റുകളും നമ്മുടെ വിശ്വാസ വിശുദ്ധിക്കും ജീവിത വിശുദ്ധിക്കും ഉതകുന്നവയാണ്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും വളരാനും ഉയരാനും തയ്യാറായിക്കൊണ്ട്, നിങ്ങൾ പരസ്പരം അടിയല്ലേ എന്നൊക്കെ പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുവാനുള്ള കുതന്ത്രങ്ങൾ പിശാച് ബോധിത്തരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മാത്രമാണ് നഷ്ടം എന്നൊരിക്കൽ കൂടി പറയുകയാണ്. റബ്ബിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കും. അത് നമ്മളല്ലെങ്കിൽ മറ്റൊരു ടീമിനെ കൊണ്ട് റബ്ബ് നിലനിർത്തും. ഞാൻ പറഞ്ഞ പോയിന്റുകൾ മറക്കാതിരിക്കാനാണ് അടിവരയിടുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സാക്ഷിയുള്ളവരോട് ഞാൻ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ദീനിൻ്റെ വക്താവായി തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരിച്ച് അതേ സാലിഹീങ്ങളുടെ കൂടെ ചെന്ന് ചേരണം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ചേർത്ത് തരണമേ എന്ന്. ഇങ്ങനെ ജീവിതത്തിൽ എന്തെന്തെല്ലാം പ്രാർത്ഥനകളുണ്ടോ അതൊക്കെയും നമ്മുടെ ജീവിതത്തെ നന്നാക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ഒരു മഹത്തായ സ്ഥാപനങ്ങളുടെ വാർഷികം നിങ്ങൾക്കൊരു നിമിത്തമായി മാറണം.